തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന കേസിൽ അനീഷയുടെ വീട്ടിലുള്ള പരിശോധനയിൽ കുഞ്ഞിന്റെ അസ്ഥി കണ്ടെത്തി. പോലീസ് ഫോറൻസിക് വിഭാഗമാണ് പരിശോധന നടത്തിയത്. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ത്, ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയും അന്വേഷണവും പുരോഗമിക്കുകയാണല്ലോ. കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള പോലീസിന്റെ നിഗമനം എന്താണ്? ശരത്ത്, അനീഷയുടെ വീട്ടിലുള്ള ഫോറൻസിക് പരിശോധന പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ആമ്പല്ലൂരുള്ള ബവിൻ്റെ വീട്ടിലെത്തി ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനീഷയുടെ വീട്ടിൽ നിന്നും പരിശോധന നടത്തിയതിൽ കുഞ്ഞിൻ്റെ അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ ചാലക്കുടി DYSP നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അത് കൈവിരലിൻ്റെ ഒരു ഭാഗവും മുട്ടിനോട് ചേർന്നുള്ള അസ്ഥിയുമാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബവിൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള പ്രദേശത്ത് കുഞ്ഞിനെ കുഴിച്ചിട്ടെന്ന് പറയുന്ന രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ടെന്ന് പറയുന്ന പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കുഞ്ഞിനെ അനീഷ തൻ്റെ വീടിന് സമീപത്തും രണ്ടാമത്തെ കുഞ്ഞിനെ ബവിൻ്റെ വീടിന് സമീപത്തും കുഴിച്ചിട്ടു എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യ കുഞ്ഞ് മരിച്ചത് പ്രസവത്തിലായിരുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഏതാണ്ട് 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടാണ് അനീഷ പിന്നീട് സംബന്ധിച്ചത് ശ്വാസം മുട്ടിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയെന്നുള്ളത്. രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ബാഗിലാക്കി ബവിൻ്റെ വീട്ടിൽ എത്തിച്ചു നൽകി എന്നാണ് പറയുന്നത്. ബവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ ഫോറൻസിക് സംഘം പരിശോധിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിലാണ് ഈ ഫോറൻസിക് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശരത്ത്.